നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ആശംസകൾ നേർന്ന് ഹമദ് രാജാവും കിരീടാവകാശിയും. ഈദുൽ ഫിത്റിന്റെ ആഘോഷത്തിൽ വിവിധ GCC അറബ് ഇസ്ലാമിക് സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കളുമായി ആശംസകൾ കൈമാറി രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ. രാജ്യത്തെ ജനങ്ങൾ രാജകുടുംബാംഗങ്ങൾക്കും ആശംസ അറിയിച്ച അദ്ദേഹത്തിന് കിരീടാവകാശിയായ പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ആശംസ നേർന്നു. ഹമദ് രാജാവിന് ആരോഗ്യവും സന്തോഷവും ആശംസിച്ച കിരീടാവകാശി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബഹ്റൈനും ജനങ്ങൾക്കും പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. തിരിച്ച് കിരീടാവകാശിക്കും ഹമദ് രാജാവ് ആശംസ അറിയിച്ചു. സാമ്പത്തിക ബന്ധങ്ങൾ വിപുലപ്പെടുത്താൻ ഒരുങ്ങി ഒമാനും ബഹ്റൈനും. ഒമാനും ബഹ്റൈനും തമ്മിലുള്ള സാമ്പത്തിക സംയോജനത്തെക്കുറിച്ചുള്ള ഏകദിന സിംപോസിയം അൽ അത്തൈബയിലെ നാഷണൽ ബാങ്ക് ഓഫ് ഒമാൻ ഹാളിൽ നടന്നു. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വാണിജ്യ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ സ്വാലിഹ് ബിൻ സയ്യിദ് അൽ മസന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലെ അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള മെച്ചപ്പെട്ട സാമ്പത്തിക ബന്ധങ്ങൾക്കായുള്ള മികച്ച കാഴ്ചപ്പാടുകളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഒമാനിലെ ബഹ്റൈനി എംബസിയുമായും ഒമാൻ എക്കണോമിക് സൊസൈറ്റിയുമായും സഹകരിച്ച് ഒമാനി ബഹ്റൈനി ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒമാനി എക്കണോമിക് സൊസൈറ്റിയുടെ 25ാമത് സാമ്പത്തിക കൗൺസിലിന്റെ സിംപോസിയങ്ങളുടെ ഭാഗമായിരുന്നു പരിപാടി. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെ സന്ദർശിച്ചു. ബഹ്റൈനിൽ ഹ്രസ്വ സന്ദർശനത്തിനായി എത്തിയ റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശിച്ചു. അസോസിയേഷന്റെ ബഹ്റൈനിലെയും നാട്ടിലെയും വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് MLAയെ ധരിപ്പിക്കുകയുണ്ടായി. പ്രവാസികളുടെയും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായി അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം അസോസിയേഷന്റെ മുന്നോട്ടുള്ള നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അറിയിച്ചു. സന്ദർശനത്തിനിടെ വിവിധ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളും ചർച്ചയായതായും പ്രവാസി സമൂഹവുമായി അടുത്ത ബന്ധം തുടരുന്നതിനുള്ള പ്രതിബദ്ധത MLA പ്രകടിപ്പിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. സമസ്ത ഈദ് മുസല്ല സംഘടിപ്പിച്ചു. ജിദാഫ്സ്, ദായ്, സനാബിസ്, മുസല്ല, താഷാൻ എന്നീ ഏരിയകളിൽ താമസിക്കുന്നവരുടെ സൗകര്യാർത്ഥം സമസ്ത ബഹ്റൈൻ ജിദാഫ്സ് ഏരിയയുടെ നേതൃത്വത്തിൽ ജിദാഫ്സ് അൽ ഷബാബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു. സമസ്ത ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് ഹാഫിൽ ഷർഫുദ്ദീൻ മുസ്ലിയാർ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും നേതൃത്വം നൽകി. സമസ്ത ബഹ്റൈൻ കേന്ദ്ര സെക്രട്ടറി S. അബ്ദുൽ വാഹിദ്, വർക്കിംഗ് പ്രസിഡന്റ് VK കുഞ്ഞഹമ്മദ് ഹാജി, സമസ്ത ബഹ്റൈൻ ജിദാഫ്സ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കരീം മൗലവി, സെക്രട്ടറി സമീർ പേരാമ്പ്ര തുടങ്ങിയ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. കായംകുളം പ്രവാസി കൂട്ടായ്മയും BDKയും രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം പ്രവാസി കൂട്ടായ്മയും ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്ററും സംയുക്തമായി അവാലിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ സ്പെഷ്യലിസ്റ്റ് കാർഡിയാക് സെന്ററിലെ ബ്ലഡ് ബാങ്കിൽ റമളാൻ രാത്രികാല രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 30ഓളം പേർ ക്യാമ്പിൽ രക്തം നൽകി. BDK ബഹ്റൈൻ പ്രസിഡന്റ് റോജി ജോൺ, ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സെന്തിൻ കുമാർ, പ്രബീഷ് പ്രസന്നൻ, കായംകുളം പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അനിൽ ഐസക്, ജനറൽ സെക്രട്ടറി ജയേഷ് താന്നിക്കൽ, ചാരിറ്റി കൺവീനർ അനസ് റാഹിം, ജോയിന്റ് സെക്രട്ടറി അഷ്കർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്യാം കൃഷ്ണൻ, ഷൈജു മോൻ, രാജേശ്വരൻ, ബിൻസ് ഓച്ചിറ, ഷൈനി അനിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഹ്രസ്വ സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തിയ റാന്നി MLA പ്രമോദ് നാരായണന് ബഹ്റൈനിൽ കേരള കോൺഗ്രസ് ഭാരവാഹികൾ സ്വീകരണം നൽകി. ദേശീയ പ്രസിഡന്റ് പൊൻകുന്നം സോബി ബൊക്കെ നൽകി സ്വീകരിച്ചു. സെക്രട്ടറി ജിം സെബാസ്റ്റ്യൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സിജോ, ശരത് ചന്ദ്രൻ, പ്രമോദ്, മധു രവി എന്നിവർ നേതൃത്വം നൽകി. തർത്തിയിൽ ബഹ്റൈൻ ഗ്രാൻഡ് ഫിനാലെ മുഹറക് സോൺ ജേതാക്കൾ. റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച 8ാമത് എഡിഷൻ തർത്തിയിൽ ഖുർആൻ പാരായണ മത്സരങ്ങളുടെ നാഷണൽ ഗ്രാൻഡ് ഫിനാലയിൽ മുഹറക് സോൺ ജേതാക്കളായി. റിഫ, മനമ സോണുകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സഹല അൽ മാജിദ് പ്രൈവറ്റ് സ്കൂളിൽ നടന്ന മത്സരത്തിൽ ബഹ്റൈനിലെ 3 സോണുകളിൽ നിന്ന് ജൂനിയർ, ഹയർ സെക്കൻഡറി, സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗത്തിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. ഖുർആൻ പാരായണത്തിന് പുറമെ ഹിഫ്ള്, മുബാഹസ, ഖുർആൻ ക്വിസ്, ഖുർആൻ സെമിനാർ, റിഹാബുൽ ഖുർആൻ എന്നിവയും നടന്നു. 22 പോയിന്റുകൾ നേടി മുഹറക് സോണിലെ ഷാമിൽ സൂഫി കലാപ്രതിഭയായി. മൻസൂർ അഹ്സനയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ സെക്രട്ടറി ഫൈസൽ ബുഖാരി മുഖ്യാതിഥിയായി. ജാഫർ ഷെരീഫ് സ്വാഗതവും സ്വലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു. കാരുണ്യ വെൽഫെയർ ഫോറം റമദാൻ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി തുടർച്ചയായി ക്യാമ്പുകളിൽ ഭക്ഷണം നൽകി വന്നിരുന്നതിന്റെ ഭാഗമായി റമദാൻ കാലയളവിൽ സൽമാബാദ് ഏരിയയിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റ് നൽകി. കാരുണ്യ വെൽഫെയർ ഫോറം മാതൃകയായി. 150-ൽ പരം സാധാരണക്കാരായ സഹോദരങ്ങൾ വസിക്കുന്ന ക്യാമ്പിൽ നൽകിയ വിരുന്നിൽ കാരുണ്യ വെൽഫെയർ ഫോറം പ്രസിഡന്റ് മോനി ഓടിക്കണ്ടത്തിൽ ഉദ്ഘാടനം നടത്തി. ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകരായ ആന്റണി പൗലോസ്, ബിജു ജോർജ് എന്നിവരോടൊപ്പം സെക്രട്ടറി സജി ജേക്കബ്, ജനറൽ കൺവീനർ റെനിഷ് ജെറജി ജോസ് തോമസ്, ട്രഷറർ ലെജിൻ വർഗീസ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷഹീൻ അലി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് കാത്തു സച്ചിൻ ദേവ്, സുജ മോനി, തോമസ് ജോൺ, സതീശൻ നായർ, അഭിഷേക്, ഷമീർ എന്നിവർ പങ്കെടുത്തു. കാരുണ്യ വെൽഫെയർ ഫോറത്തിന്റെ അംഗങ്ങൾ ഹങ്കർ ഫ്രീ എക്സ്പാട്രിയേറ്റ്സ് എന്ന ആപ്തവാക്യവുമായി താഴ്ന്ന വരുമാനക്കാരുടെയും വേതനം ലഭിക്കാത്തവരുടെയും ഇടയിൽ നടത്തിവരുന്ന സേവനം വീണ്ടും തുടരുമെന്ന് പ്രസിഡന്റ് മോനി ഒടിക്കണത്തിൽ പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ജനറൽ കൺവീനർ റെനീഷ് റെജി തോമസ് നന്ദി രേഖപ്പെടുത്തി. ഇരട്ട നികുതി ഒഴിവാക്കൽ. ഇന്ത്യയുടെ പ്രോട്ടോകോളിന് ഒമാൻ സുൽത്താന്റെ അംഗീകാരം. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായ നികുതി വെട്ടിപ്പ് തടയുന്നതിനുമായുള്ള ഇന്ത്യയുടെ പ്രോട്ടോകോളിന് അംഗീകാരം. ഒമാൻ സുൽത്താൻ ഹൈദൻ ബിൻ താരിഖാണ് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പ്രോട്ടോകോൾ അംഗീകരിച്ചത്, രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനുവരി 27-ന് മസ്കത്തിൽ നടന്ന ചടങ്ങിൽ അന്നത്തെ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരങ്ങും ഒമാൻ നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ ഖാമിസ് അൽ ജാഷ്മിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇരട്ട നികുതി ഒഴിവാക്കുക, ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വെട്ടിപ്പുകൾ തടയുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നിവയാണ് ഭേദഗതി ചെയ്ത കരാർ ലക്ഷ്യമിടുന്നത്. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുന്നതിലും അതിർത്തി കടന്നുള്ള സാമ്പത്തിക ഇടപെടലുകൾ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുന്നതിലും സുപ്രധാനമായ ചുവടുവയ്പായിരിക്കും ഈ തീരുമാനമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരാനിരിക്കുന്നത് ഉഷ്ണതരംഗ ദിനങ്ങൾ. മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇന്ത്യയിൽ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുവെന്നും മധ്യ കിഴക്കൻ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും കൂടുതൽ ഉഷ്ണതരംഗ ദിനങ്ങൾ ഉണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ കിഴക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ താപനില സാധാരണയേക്കാൾ കൂടുതലായിരിക്കും. മിക്ക പ്രദേശങ്ങളിലും കുറഞ്ഞ താപനില സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ് മൊഹാപത്ര പറഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.